ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അനുതപിക്കുക. അത് പള്ളിയിലെ പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലും പോസ്റ്ററുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ വാക്ക് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ സത്യസന്ധമായി പറയട്ടെ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അനുതപിക്കേണ്ടതെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് കുറ്റബോധം തോന്നുമ്പോൾ, മാറ്റാൻ കഴിയാത്ത ചില ശീലങ്ങളെ ഓർത്ത് കരയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വെറുതെ മാപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? അതോ ഞാൻ ഇനിയും എന്തെങ്കിലും ചെയ്യണമോ? പലരും വിചാരിക്കുന്നത് അനുതാപം എന്നാൽ കരച്ചിലാണെന്നാണ്, അല്ലെങ്കിൽ സ്വയം വെറുക്കലാണ് എന്നാണ്. എന്നാൽ അതല്ല സത്യം. യഥാർത്ഥ അനുതാപം എന്നത് വലിയൊരു മാറ്റമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാതിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന യഥാർത്ഥ അനുതാപത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാരം കുറയും. ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ന്യായാധിപനല്ല, മറിച്ച് നിന്റെ മുറിവുകൾ കെട്ടാൻ കാത്തിരിക്കുന്ന ഒരു വൈദ്യനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവത്തോട് ഒരു വാഗ്ദാനം നൽകാം. കർത്താവെ, എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ. നിങ്ങൾ എഴുതിയ ഈ വരികൾ ദൈവത്തിന് മുൻപിലുള്ള നിങ്ങളുടെ വലിയൊരു സമർപ്പണമായി മാറട്ടെ. യഥാർത്ഥ അനുതാപം എന്താണെന്ന് മനസ്സിലാക്കാൻ ബൈബിളിലെ ഏറ്റവും വലിയൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്നാണ് ദാവീദിനെ അറിയപ്പെട്ടത്. പക്ഷേ അദ്ദേഹവും വലിയൊരു പാപം ചെയ്തു. ആ പാപം മറച്ചുവെക്കാൻ വേണ്ടി കൊലപാതകം നടത്തി, നുണ പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അദ്ദേഹം ലംഘിച്ചു. പക്ഷേ ഒരു പ്രവാചകൻ വന്ന് അദ്ദേഹത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാവീദ് എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം. അദ്ദേഹം ഒഴിവുകഴിവുകൾ പറഞ്ഞില്ല, സ്വയം ന്യായീകരിച്ചില്ല. അദ്ദേഹം ആ നിമിഷം തകർന്നുപോയി. അദ്ദേഹം ദൈവത്തിന് മുൻപിൽ വീണു കരഞ്ഞു. ആ വേദനയിൽ നിന്നാണ് 51-ാം സങ്കീർത്തനം ഉണ്ടായത്. അവിടെ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. സങ്കീർത്തനം 51:10. ഇവിടെ ദാവീദ് വെറുതെ മാപ്പ് ചോദിക്കുകയല്ല, ദൈവമേ, എന്നെ മാറ്റണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ അനുതാപം. അത് ചുണ്ടുകളിൽ നിന്ന് മാത്രമുള്ളതല്ല, അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന് വേണ്ടത് നാടകം കളിക്കുന്ന വിശ്വാസികളെ അല്ല, മറിച്ച് സത്യസന്ധരായ മക്കളെയാണ്. ഇനി നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അനുതപിക്കേണ്ടത്? അതിന് 5 ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഇതാണ്: സത്യസന്ധമായി പാപത്തെ ഏറ്റുപറയുക. ന്യായീകരണങ്ങൾ നിർത്തുക എന്നതാണ് ആദ്യത്തെ പടി. സാഹചര്യം മോശമായതുകൊണ്ടാണ്, എനിക്ക് ക്ഷീണമായതുകൊണ്ടാണ്, കൂട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ടാണ്. ഇത്തരം വാക്കുകൾ ദൈവത്തോട് വേണ്ട. വളരെ കർക്കശമായി പറയുന്ന ഒരു വചനമുണ്ട്: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ശ്രദ്ധിച്ചോ, ഒളിച്ചു വയ്ക്കുന്നവൻ വിജയിക്കുകയില്ല. പാപത്തെ അതിൻ്റെ പേര് ചൊല്ലി വിളിക്കുക. ദൈവമേ, ഞാൻ നുണ പറഞ്ഞു, ഞാൻ അശുദ്ധമായി ചിന്തിച്ചു, ഞാൻ വഞ്ചിച്ചു. നിങ്ങൾ മുഖംമൂടി മാറ്റുമ്പോഴാണ് സൗഖ്യം തുടങ്ങുന്നത്. ദൈവത്തിന് എല്ലാം അറിയാം, പക്ഷേ നിങ്ങൾ സ്വന്തം വായ്കൊണ്ട് ഏറ്റുപറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം: ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുഭവിക്കുക. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. 2 തരം ദുഃഖമുണ്ട്. ഒന്ന്, അയ്യോ ഞാൻ പിടിക്കപ്പെട്ടല്ലോ, എനിക്ക് നാണക്കേടായല്ലോ എന്നോർത്തുള്ള ലൗകിക ദുഃഖം. 2, എന്നെ ഇത്രയേറെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള ദൈവിക ദുഃഖം. യൂദയ്ക്കും ദുഃഖമുണ്ടായിരുന്നു, പക്ഷേ അതവനെ ആത്മഹത്യയിലേക്കാണ് നയിച്ചത്. എന്നാൽ പത്രോസിനും ദുഃഖമുണ്ടായിരുന്നു, അതവനെ മാനസാന്തരത്തിലേക്കാണ് നയിച്ചത്. ദൈവവചനത്തിൽ ഈ വ്യത്യാസത്തെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു.
അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. കുറ്റബോധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുമെങ്കിൽ യഥാർത്ഥ പശ്ചാത്താപം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കും. കണ്ണുനീർ ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ഘട്ടം പാപവഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ബൈബിളിൽ മാനസാന്തരം എന്നതിന് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ദിശ മാറ്റുക എന്നാണ്. നിങ്ങൾ ഒരു വഴിയെ പോകുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ വണ്ടി തിരിച്ച് വേറെ വഴി പോകും. അതാണ് മാനസാന്തരം. അല്ലാതെ ഒറ്റ വാക്കുകൊണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരില്ല. ജീവിതത്തിൽ മാറ്റം വരണം. ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരുടെയും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിവിൻ. ഇതിനർത്ഥം നിങ്ങൾ ഒരിക്കലും വീഴില്ല എന്നല്ല, വീണാലും എഴുന്നേറ്റ് ദൈവത്തിന് നേരെ നടക്കുമെന്നുള്ള തീരുമാനമാണ്. ഇന്നലെ വരെ ചെയ്തത് ഇന്ന് ആവർത്തിക്കയില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ്. നാലാമത്തെ ഘട്ടം തിന്മയെ നന്മ കൊണ്ട് പകരം വയ്ക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ പാപം നിർത്തിയാൽ മാത്രം പോരാ, ആ ഒഴിഞ്ഞ സ്ഥലത്ത് നന്മ നിറയ്ക്കണം. യേശു പറഞ്ഞ ഒരു കഥയുണ്ട്. അശുദ്ധാത്മാവ് ഒഴിഞ്ഞുപോയ ഒരാൾ തൻ്റെ മനസ്സ് ശൂന്യമായിട്ടപ്പോൾ ആ പിശാച് 7 പേരെയും കൂട്ടി തിരിച്ചു വന്നു എന്ന്. മനസ്സിൽ നിന്ന് അശുദ്ധ ചിന്തകൾ മാറ്റിയാൽ മാത്രം പോരാ, അവിടെ വചനം നിറയ്ക്കണം. മോശമായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അവിടെ നല്ല ആത്മീയ സുഹൃത്തുക്കളെ കണ്ടെത്തണം. വചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. പഴയ ശീലങ്ങൾക്ക് പകരം പുതിയ ശീലങ്ങൾ തുടങ്ങുക. പ്രാർത്ഥന, വായന, കാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ മനസ്സിനെ പുതിയതാക്കുക. ഇരുട്ടിനെ ഓടിക്കാൻ ഏറ്റവും നല്ല വഴി വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക. അഞ്ചാമത്തെ ഘട്ടം ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുക. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ വിശ്വസിക്കും ദൈവം ക്ഷമിക്കുമെന്ന്, പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കില്ല. പിശാച് വന്ന് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും തളർന്നു പോകും. എന്നാൽ ദൈവം പറയുന്നത് കേൾക്കൂ. യെശയ്യ 1:18. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഓർക്കുന്നില്ല. സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് അവിടുന്നത് എറിഞ്ഞു കളയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങളത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആ ഭാരം ഇറക്കി വയ്ക്കുക. മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ ദൈവം നിങ്ങളെ സ്വീകരിക്കുന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. ഒരു നല്ല സമയത്തിനു വേണ്ടി കാത്തിരിക്കരുത്. ഈ നിമിഷമാണ് ഏറ്റവും നല്ല സമയം. മാനസാന്തരപ്പെട്ടുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്, തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, ശൂന്യമായ ഹൃദയത്തെ വചനങ്ങൾ കൊണ്ട് നിറച്ച് ദൈവത്തിലേക്ക് മടങ്ങിവരാം. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.